അൻവർ സിന്ദാബാദ്. സ്വതന്ത്ര ഭാരത ഭൂമിയിൽ നാം അനക്കാൻ പാടില്ലെന്നോ ഭൂർസാധികളുടെ ഭാവം വേണ്ട. നമസ്കാരം, റൈറ്റ് സ്റ്റോറി ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. താൻ വെറുമൊരു ചെറിയ മീനല്ല, താൻ കടലിലെ എന്നല്ല സമുദ്രത്തിലെ തന്നെ ഏറ്റവും വലിയ കൊമ്പൻ സ്രാവാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് PV അൻവർ MLA. തന്റെ സമ്മേളനം നിലമ്പൂരിലെ അദ്ദേഹം വിളിച്ചുകൂട്ടിയ സമ്മേളനത്തിൽ പങ്കെടുത്തത് ജനാവലികളായിരുന്നു. ഏതാണ്ട് 10,000-ത്തിനടുത്ത ആൾക്കാരാണ് മൈതാനിയിൽ ഇന്നലെ നിറഞ്ഞു തുളുമ്പിയത് PV അൻവറിന്റെ ഭാഗം കേൾക്കാൻ. PV അൻവറിനെ ഒരു വിലയും കൽപ്പിക്കാതെ അദ്ദേഹം കൊടുത്ത പരാതികൾക്കും അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾക്കും പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് പിണറായി വിജയൻ നൽകിയ മറുപടി പ്രസംഗം ഏറെയധികം വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു. അത് അൻവറിനെ ചൊടിപ്പിക്കുകയും അദ്ദേഹം വീണ്ടും പത്രസമ്മേളനം നടത്തുകയും ചെയ്തു. അതോടെ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്നുള്ള സൂചനകളും ലഭിച്ചിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം ഇങ്ങനൊരു സമ്മേളനം, അദ്ദേഹത്തിന്റെ ഭാഗം കേൾക്കാൻ ഇങ്ങനൊരു സമ്മേളനം അദ്ദേഹം നിലമ്പൂരിൽ വിളിച്ചുകൂട്ടിയത്. 200 പേരും 50 കസേരകളും മാത്രം ഉണ്ടാകുമെന്ന് കരുതിയെടുത്തുന്നാണ് 20,000 ആൾക്കാരും കസേരകൾ കിരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ജനങ്ങളും അവിടെ വന്ന് നിറഞ്ഞത്. അതിൽ പല പാർട്ടിക്കാരുണ്ടായിരുന്നു, പല നിലപാടുകളുള്ളവരുണ്ടായിരുന്നു. അപ്പോഴും അൻവർ തന്റെ തുടക്കത്തിൽ പ്രസംഗത്തിൽ പറഞ്ഞത്, ഞാൻ പുതിയൊരു പാർട്ടിയൊന്നും രൂപീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, പകരം എനിക്ക് ജനങ്ങളാണ് എന്റെ പാർട്ടി, എനിക്ക് ജനങ്ങൾ എന്നെ വിശ്വസിച്ചാൽ മതി, ജനങ്ങൾ എന്നെ കേട്ടാൽ മതി എന്നാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലൂടെ ആ ജനസാഗരത്തോട് പറഞ്ഞത്. അദ്ദേഹം പറയുന്നത്, ഇത് എനിക്ക് വേണ്ടിയല്ല, ഞാൻ ഒരു പക്ഷേ കൂടി വന്നാൽ 5-10 വർഷം ചിലപ്പോൾ ഞാൻ ഇവിടെ നിലനിൽക്കുമായിരിക്കാം കഷ്ടപ്പെട്ടിട്ട്, ഇത് നിങ്ങൾക്ക് വേണ്ടിയാണ്, ഇനി വരും തലമുറയ്ക്ക് വേണ്ടിയാണ്. ഇവിടെ വർഗീയതയാണ് വിളമ്പിക്കൊണ്ടിരിക്കുന്നത്, ആ വർഗീയത വന്നാൽ ഒരു സുഖവും ഉണ്ടാവില്ല എന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ആ പ്രസംഗം കേട്ടിട്ടുള്ള ലൈവായിട്ട് കോടിക്കണക്കിന് മലയാളികളാണ് കേട്ടത്. 3.5 കോടി ജനങ്ങളുടെ മുമ്പിൽ തന്നെ ഒരു വഞ്ചകനാക്കിയും കള്ളനാക്കിയും മുഖ്യൻ ചിത്രീകരിച്ചതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ പ്രതികരിക്കേണ്ടി വന്നതെന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം ഇപ്പോഴും പറയുന്നുണ്ട്, ഞാൻ ഒരിടത്തും പാർട്ടിയെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ല. PV അൻവർ MLA ഇതിനു മുമ്പ് ആർക്കും അറിഞ്ഞുകൂടായിരുന്നു. 149 MLA-മാരിൽ ഒരാൾ മാത്രമായിരുന്നു PV അൻവർ MLA. എന്നാൽ ഇന്ന് അദ്ദേഹത്തിന് ലോക ജനതയ്ക്ക് അറിയാം, മലയാളികൾ എവിടെയുണ്ടോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എവിടെയുണ്ടോ, അല്ലെങ്കിൽ വെറും മലയാളികൾ എവിടെയുണ്ടോ, രാഷ്ട്രീയത്തിലും മലയാളത്തിലും വിശ്വസിക്കുന്ന മലയാളികൾ എവിടെയുണ്ടോ, അവിടെ എല്ലാം അദ്ദേഹമുണ്ട്. അദ്ദേഹത്തിനെ അറിയുകയും ചെയ്യാം. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലെ അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന ഓരോ വരികളും ജനങ്ങൾ സശ്രദ്ധം കേൾക്കുന്നു അല്ലെങ്കിൽ കേൾക്കാൻ ആഗ്രഹിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു ഇന്നലെ നിലമ്പൂരിലെ ചന്തക്കുന്നിൽ കൂടിയ 100 കണക്കിന് 1000 കണക്കിന് 10,000 കണക്കിന് ജനങ്ങളുടെ ആ ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു പ്രവർത്തന മേഖല കുറച്ചുകൂടെ വിപുലമാക്കാൻ അദ്ദേഹം ശ്രമിക്കും. ഇനിയും സമ്മേളനങ്ങൾ ഉണ്ടാകുമെന്നാണ് അൻവർ സൂചിപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഗുരുതരമായ ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെയും വന്നിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം പറയുന്നത് ഇനിയും ആരോപണങ്ങൾ ഉണ്ടായേക്കാം. ഫോൺ ചോർത്തൽ ആരോപണങ്ങൾ പോലുള്ള ആരോപണങ്ങൾ അദ്ദേഹത്തിന്റെ മേൽ പോലീസ് കേസെടുത്തിരിക്കുന്നു. അദ്ദേഹം അതിലൊന്നും കൂസല്ല. അദ്ദേഹം പറഞ്ഞു, കാല് വെട്ടിയൊടിച്ചാൽ ഞാൻ ചക്രക്കസേരയിൽ വരും, അല്ലെങ്കിൽ എന്നെ കൊന്നുകളയണം, മരണം വരെ ഇതിനു വേണ്ടി പോരാടും, ഈ അഴിമതിക്കെതിരെ പോരാടുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പതുക്കെ അദ്ദേഹത്തിന് പാർട്ടിയിലെ പല കാര്യങ്ങളും മനസ്സിലായി തുടങ്ങിയെന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം തുറന്ന യുദ്ധത്തിന് ഇറങ്ങിയിരിക്കുന്നതെന്നും അദ്ദേഹത്തിന്റെ സമ്മേളനത്തിലൂടെ ജനങ്ങളെ അറിയിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, ഇതൊരു അവിടെ കൂടിയ ജനങ്ങളുടെ അഭിപ്രായം എന്ന് പറയുന്നത്, ഞങ്ങൾ അൻവറിനെ കേൾക്കാനാണ് വരുന്നതെങ്കിലും ഞങ്ങൾക്ക് ഒരിക്കലും പാർട്ടി എതിരല്ല, പാർട്ടി നേതാക്കന്മാരാണ് അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന കുലം കുത്തികളെയാണ് ഞങ്ങൾക്ക് എതിരഭിപ്രായം കാണിക്കുന്നത്. എന്തായാലും CPM-ന്റെ കാര്യത്തിൽ, നിലമ്പൂരിലെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ട്. കാരണം ഇത് പാർട്ടിയോടുള്ള വിരുദ്ധ വികാരം തന്നെയാണ്, ഭരണപക്ഷ വിരുദ്ധ വികാരം തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതുകൊണ്ടാണ് ഭരണപക്ഷ MLA ആയിരുന്ന PV അൻവറിന്റെ സമ്മേളനത്തിൽ ഇതിനു മുമ്പ് ആർക്കും അറിയാതിരുന്ന ഒരു MLA അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ മാത്രം അറിയപ്പെട്ടിരുന്ന ഒരു MLA ഇത്രയധികം ജനങ്ങൾ കൈയടിച്ച് സ്വീകരിക്കാൻ ക്ഷമയോടെ ആ സമ്മേളന ഗ്രൗണ്ടിൽ എത്തിയതിന്റെ കാരണം പോലും ഒരുപക്ഷെ ഇതായിരുന്നിരിക്കാം. ജനങ്ങൾ അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് വില കൊടുത്തില്ലെങ്കിലും ജനങ്ങളും മറ്റ് പാർട്ടിയിൽ വിശ്വസിക്കുന്ന മറ്റ് അണികളും അതിൽ വിശ്വസിക്കുന്നു. പ്രമുഖ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ അല്ലെങ്കിൽ പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പ്രമുഖരൊന്നും അവിടെ പങ്കെടുത്തില്ലെങ്കിൽ പോലും സാധാരണ ജനങ്ങളുടെ സാഗരം തന്നെയായിരുന്നു അവിടെ. ഒരുപക്ഷെ മീഡിയാസോ അല്ലെങ്കിൽ PV അൻവർ MLA പോലും ഒരുപക്ഷെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇത്രയധികം ജനങ്ങൾ അദ്ദേഹത്തെ കേൾക്കാൻ നിലമ്പൂരിൽ ഒത്തുകൂടുമെന്ന്. എന്തായാലും ആ മൈതാനം ഇതുവരെ കാണാത്ത ഒരു MLA-ക്ക് കൊടുക്കാത്ത ഒരുതരം ജനസാഗരത്തിൽ ആറാടുകയായിരുന്നു ഇന്നലെ PV അൻവർ. അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രദ്ധയോടെയും കൈയടിച്ചും ക്ഷമയോടെയും ജനങ്ങൾ കേട്ടിരുന്നു. ഇനിയും ഇതുപോലുള്ള സമ്മേളനങ്ങൾ ഉടനടി വരുമെന്ന് അദ്ദേഹം സൂചന നൽകുന്നുണ്ട്.
അതോടൊപ്പം അദ്ദേഹം പറയുന്നത് താൻ കൊടുത്ത കാര്യങ്ങൾ, താൻ വളരെ അരക്കിട്ടുറപ്പിച്ചു പറഞ്ഞ തെളിവ് സഹിതം കൊടുത്ത കാര്യങ്ങളെ മുഖ്യമന്ത്രിക്ക് താൻ കൊടുത്ത പരാതി പരിഗണിച്ചില്ല എന്ന് മാത്രമല്ല കള്ളന്റെ കയ്യിൽ താക്കോൽ ഏൽപ്പിക്കുകയും അതോടൊപ്പം തന്നെ പി വി അൻവർ എന്ന തന്നെ ജനങ്ങളുടെ മുമ്പിൽ 3.5 കോടി ജനങ്ങളുടെ മുമ്പിൽ ഒരു കള്ളനാക്കി, ഒരു കൊള്ളരുതാത്തവനാക്കി ചിത്രീകരിക്കുകയും ചെയ്തു എന്നാണ് അൻവർ പറയുന്നത്. ഇപ്പോഴും അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യം, മുഖ്യമന്ത്രി പറയുന്ന വെറും 5 മിനിറ്റ് കൂടിക്കാഴ്ചയാണ് ഞാനുമായിട്ട് നടത്തിയത്, എന്നാൽ 37 മിനിറ്റുള്ള കൂടിക്കാഴ്ച നടത്തിയെന്നും കണ്ടമിടറി ഗദ്ഗതചിത്തനായിട്ടാണ് അദ്ദേഹം ആ ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോരുന്നതെന്നുമാണ് പി വി അൻവർ പറയുന്നത്. ഇന്നലെ വരെ എനിക്ക് കെട്ടുപാടുകൾ ഉണ്ടായിരുന്നു, ഇന്നിനിപ്പോ ഞാൻ കൈകൾ സ്വതന്ത്രനാക്കപ്പെട്ടവനാണ്, എനിക്കിനി ആരെയും ഭയക്കാനില്ല, മരണം വരെ ഞാൻ ഈ അനീതിക്കെതിരെ പോരാടുമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഇപ്പോഴും പറയുന്നു, പാർട്ടിയെ ഒരിടത്തും ഞാൻ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ല, പാർട്ടിയിലെ കുത്തകയെ ആണ് ഞാൻ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചത്, അല്ലെങ്കിൽ പാർട്ടി നേതാക്കൾ, അഴിമതി നിറഞ്ഞ കൈകൾ കറുത്ത പാർട്ടി നേതാക്കളെയാണ് ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അത് എന്തായാലും ഉടനെ അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ അവസാനിപ്പിക്കുന്നവരെ പോരാടുമെന്നാണ് അദ്ദേഹത്തിന്റെ സമ്മേളനത്തിലൂടെ, അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലൂടെ, തീപ്പൊരി പ്രസംഗത്തിലൂടെ പി വി അൻവർ MLA ജനങ്ങളോട് പറയുന്നത്. അതോടൊപ്പം എതിരെ പല ആരോപണങ്ങളും പാർട്ടി സെക്രട്ടറിക്കെതിരെയും പൊളിറ്റിക്കൽ സെക്രട്ടറിക്കുമെതിരെ അദ്ദേഹം ഗുരുതര ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്, ലൈംഗിക ആരോപണങ്ങൾ ഉൾപ്പെടെ. അതെല്ലാം തെളിവുകളും ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ തെളിവുകൾ പുറത്തുവിട്ടാൽ പാർട്ടിയുടെ അവസ്ഥ എന്താകുമെന്ന് അദ്ദേഹം സൂചന നൽകുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, എന്നെ ഇനി ആരും ഭയപ്പെടുത്താൻ നോക്കണ്ട, ഭയപ്പെടുന്നവനല്ല ഈ പി വി അൻവർ എന്ന് പറയുന്നു. അദ്ദേഹത്തിന് യുവാക്കളോട് പറയാനുള്ളത്, വർഗീയത വന്നു കഴിഞ്ഞാൽ ഒരു സുഖവും ഉണ്ടാവില്ല, പക്ഷേ ഒരു 2031 ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ BJP-യുടെ അജണ്ട അനുസരിച്ച് BJP 2031 കേരളം ഭരിച്ചിരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. BJP-ക്ക് ഒരു തിരക്കുമില്ല, അവർ 2026 ഇലക്ഷനിൽ അവർ 20 സീറ്റ് പിടിച്ചിരിക്കും, 25 സീറ്റാണ് അവരുടെ ലക്ഷ്യമെങ്കിൽ മിനിമം 20 സീറ്റ് അവർ പിടിച്ചിരിക്കും, ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ADGP അനിൽകുമാറിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും അനങ്ങാതിരിക്കുന്ന മുഖ്യനെതിരെ അദ്ദേഹം വിരൽ ചൂണ്ടുന്നത്. എന്തായാലും അൻവർ എന്ന ആ തീഗോളം ശരിക്കും പാർട്ടിയെ കത്തിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. താനൊരു ചെറിയ മീനല്ല, ചെറിയൊരു അമ്പുമല്ല, താൻ ശരിക്കും ഒരു കുരുക്ഷേത്രമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് സൂചന തന്നെയാണ്. തുറന്ന യുദ്ധം തന്നെയാണ് അൻവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നേരത്തെ ഓൺലൈൻ മാധ്യമങ്ങളിൽ വന്നിരുന്ന അദ്ദേഹം അത് പറയുന്നു ഇത് പറയുന്നു എന്ന പരാതികൾക്ക് മാറി എന്നിപ്പോൾ അദ്ദേഹം ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ജനസമ്മതനായ MLA ആയി അദ്ദേഹം ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇനിയും കേരളത്തിന്റെ പല ഭാഗത്തും അദ്ദേഹം സമ്മേളനങ്ങൾ സംഘടിപ്പിക്കും. അതോടൊപ്പം തന്നെ സത്യങ്ങൾ ജനങ്ങളോട് നേരിട്ട് തന്നെ വിളിച്ചു പറയും. അദ്ദേഹം പറയുന്ന പോലെ ഒരു സപ്പോർട്ടിന് എനിക്കൊരു പാർട്ടിയുടെ ആവശ്യമില്ല, എന്നെ എനിക്കറിയാം, ജനങ്ങൾക്കും അറിയാം എന്ന് വിശ്വസിക്കുന്നു. ജനങ്ങൾ ബോധമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ മൗനവും മുഖ്യമന്ത്രി ആർക്കൊക്കെയോ വേണ്ടി കൂട്ടുനിൽക്കുന്നു എന്നുള്ള സൂചനയുമാണ് ഇവിടെ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് CPM സാധാരണഗതിയിൽ പാർട്ടിക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കപ്പെട്ടാൽ പാർട്ടിയാണ് നടപടിയെടുക്കുക, പകരം ഇവിടെ മുഖ്യമന്ത്രിയാണ് മറുപടി പ്രസംഗങ്ങൾ കൊടുക്കുന്നത്. എന്തുകൊണ്ടാണ് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ മുഖ്യമന്ത്രി മറുപടി കൊടുക്കാൻ വരെ കാത്തുനിന്നത്? പാർട്ടിയുടെ ഒരു നിയമം, പാർട്ടി നിയമം എന്ന് പറയുന്നത് ഒരിക്കലും മുഖ്യനല്ല മറുപടി കൊടുക്കുന്നത്. പാർട്ടിക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചാൽ ഇതുവരെയുള്ള കീഴ്വഴക്കം അനുസരിച്ച് പാർട്ടി തന്നെയാണ് ആദ്യം മറുപടി കൊടുക്കുക. പകരം ഇവിടെ സംഭവിച്ചത് മറിച്ചാണ്, പാർട്ടിയല്ല അദ്ദേഹത്തിന് മറുപടി കൊടുത്തത്, പകരം മുഖ്യമന്ത്രിയായിരുന്നു മറുപടി കൊടുത്തത്. MV ഗോവിന്ദൻ എന്തുകൊണ്ടാണ് അതുവരെ നിശബ്ദത പാലിച്ചത്? മുഖ്യമന്ത്രി സംസാരിക്കാൻ വരെ അദ്ദേഹം നിശബ്ദത പാലിച്ച് എന്തുകൊണ്ടാണെന്ന് മറുപടി പറഞ്ഞേ മതിയാവൂ. അദ്ദേഹം മുഖ്യമന്ത്രിയുടെ കയ്യിലെ കളിപ്പാവയാണോ പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഇത് എല്ലാ പാർട്ടി നേതാക്കൾക്കും തലയ്ക്ക് കേട്ട അടി തന്നെയായിരുന്നു. എന്തായാലും പി വി അൻവറിന്റെ ഈ സമ്മേളന സാഗരം പാർട്ടിയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇനി ആരുടെയൊക്കെ തലകൾ ഉരുളുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. എന്തായാലും പാർട്ടി നേതാക്കൾ മുഖ്യൻ ഉൾപ്പെടെയുള്ളവരുടെ ഹൃദയം ഇപ്പോൾ പടപടാമിടിക്കുന്നുണ്ടാവും എന്തിനോ വേണ്ടി. എന്തായാലും പി വി അൻവറിന്റെ അടുത്ത അശ്വമേധത്തിനായി നമുക്ക് കാത്തിരിക്കാം.